ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഒരു റെസിപ്പി ചെയ്താലോ? പഴം കേക്ക് എന്നൊക്കെ വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. ഇപ്പോൾ വീഡിയോയിലോട്ട് കടക്കാം. ഇതിനായി 2 ഏത്തപ്പഴം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 3 സ്പൂൺ തേങ്ങ ചിരകിയതും കുറച്ച് നട്ട്സും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഇതിലേക്കിട്ട് വഴറ്റിയെടുക്കാം. ആദ്യം നട്ട്സ് ഇട്ട് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം പഴം കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് മധുരം, അത് ഓരോരുത്തരുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള, ഞാനിവിടെ 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാം ഒന്ന് മിക്സായി വെന്ത് വരുമ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കാൻ വെക്കാം. ഇനി നമുക്ക് വേണ്ടത് 3 മുട്ട, 2 സ്പൂൺ പഞ്ചസാര, 3-4 ഏലക്ക, ഒരു 2 സ്പൂൺ കോൺഫ്ലോർ. ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. ചൂട് മാറിയതിന് ശേഷമാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇത് വേവിച്ചെടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇഡലി പാത്രം എടുക്കാം. അതിലേക്ക് ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു തട്ട മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഈ മിക്സ് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ആവിയിൽ വെച്ച് നമുക്കൊരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. നമ്മൾ ഈ മിക്സ് ഒഴിക്കുന്ന പാത്രം നന്നായിട്ട് നെയ്യോ എണ്ണയോ തടവി നല്ല ഗ്രീസ് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇളക്കിയെടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇതുപോലെ 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.